എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് മുട്ടയപ്പം ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. മുട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇത് 300 മില്ലിയുടെ ഒരു ഗ്ലാസ്സാണ്. ഇതിൽ ഒരു ഗ്ലാസ് പച്ചരി ഇവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കണം. ഇവിടെ ഇപ്പോൾ ഒരു 3 മണിക്കൂർ അരി കുതിർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു മിക്സിയിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കപ്പ് ചോറാണ്. ആവശ്യത്തിനുള്ള ഉപ്പും വളരെ കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യം വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ അത് പിന്നീട് ചേർത്ത് കൊടുക്കാം. മുട്ടയപ്പത്തിൻ്റെ കൂട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. മുട്ടയപ്പത്തിന് അരയ്ക്കുമ്പോൾ അപ്പത്തിന് അരയ്ക്കുന്നത് പോലെ ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം ഒന്ന് അരച്ചെടുത്താൽ മതി. മുട്ടയപ്പത്തിൻ്റെ കൂട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. മാവ് ഇപ്പോൾ ഒരുവിധം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇതുപോലെ കോരി ഒഴിക്കാം. കോരി ഒഴിച്ചതിന് ശേഷം ഇത് തട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ അങ്ങ് പൊങ്ങി വരും. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം മാവ് കോരി ഒഴിച്ചു കൊടുക്കാൻ. പൊങ്ങി വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മുട്ടയപ്പത്തിന് കട്ടി കൂടുതലാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ചെറുതീയിലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.